ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ടോസ് അക്കാഡമി. നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞു. സെറ്റ് എക്സാമിൻ്റെ ആൻസർ കീ നമ്മുടെ LBSൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ആൻസർ കീ ഡൗൺലോഡ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യാൻ നേരത്ത് ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് റോങ് ആയിട്ടാണ് LBSൻ്റെ ആൻസർ കീയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ആൻസേഴ്സ് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും LBS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ചലഞ്ചിങ് ഓപ്ഷനിലൂടെ നമുക്ക് 1, 2, 3 മാർക്കുകൾ ആഡ് ഓൺ ചെയ്ത് കിട്ടാനായിട്ടുള്ള ഫെസിലിറ്റിയാണ് വരുന്നത്. സോ മാക്സിമം എല്ലാവരും ഈ ആൻസർ കീ ചാലഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പാസ് ആകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് ബോട്ടണിയിൽ വന്നിരിക്കുന്ന റോങ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് പോസിബിൾ ആയിട്ടുള്ള എല്ലാവരും ഈ ആൻസർ ചാലഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. സോ ലെറ്റ് us ചെക്ക് ദി ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് എ ആണെങ്കിൽ അതിലെ 46-ാമത്തെ ക്വസ്റ്റ്യനും പാർട്ട് ബിയിലെ 16-ാമത്തെ ക്വസ്റ്റ്യനുമാണ്. ഐഡന്റിഫൈ ദ മിസ്മാച്ച്ഡ് പെയർ ഓഫ് ദി എക്കണോമിക് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് വിത്ത് ദ ഫാമിലി. അപ്പൊ നമുക്ക് ഇവിടെ എക്കണോമിക് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്, അതുപോലെ അവരുടെ ഫാമിലി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം ഏതൊക്കെയാണ് കറക്റ്റ് മാച്ച് എന്ന്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് വൈറ്റ് ഡാമർ ആണ്. വൈറ്റ് ഡാമറിന്റെ ഫാമിലി ആയിട്ട് തന്നിരിക്കുന്നത് സ്റ്റെറിക്യുലേസിയെ ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെന്നയാണ്, ഹെന്ന ലിഥറേസിയെ. നട്ട്മെഗ് തന്നിരിക്കുന്നത് മിർസിനേസിയാണ് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ കൺവോൾവുലേസിയെ. അപ്പൊ ഇവിടെ LBSന്റെ ഒഫീഷ്യൽ ആൻസർ കീയിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അതായത് മിസ്മാച്ച് വന്നിരിക്കുന്നത് ഓപ്ഷൻ സിയിലാണ്. നട്ട്മെഗ് എന്ന് പറയുന്നത് മിർസിനേസിയ ഫാമിലിയിലല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് കറക്റ്റ്. അതായത് നട്ട്മെഗ് വരുന്നത് മെറിസ്റ്റിക്കേസിയ ഫാമിലിയാണ്. നമ്മുടെ മെറിസ്റ്റിക്ക ഫ്രാഗ്മെന്റ്സ് ആണ് നട്ട്മെഗ് എന്ന് പറയുന്നത്. സോ മെറിസ്റ്റിക്കേസിയ ഫാമിലിയിലാണ് നട്ട്മെഗ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനും ഇവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് റോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് വൈറ്റ് ഡാമർ ആണ്. വൈറ്റ് ഡാമർ സ്റ്റെറിക്കുലേസിയ ഫാമിലി അല്ല, ഡിപ്റ്റെറോകാർപ്പേസിയ ഫാമിലിയാണ് നമ്മുടെ വൈറ്റ് ഡാമർ വരുന്നത്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഇത് നമ്മുടെ ഫ്ലോറ ഓഫ് പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതായത് പെനിൻസുലാർ ഇന്ത്യയിൽ വരുന്ന എല്ലാ പ്ലാന്റ്സിന്റെയും ഡിസ്ക്രിപ്ഷൻ വരുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ വൈറ്റ് ഡാമർ എന്ന് പറയുന്നത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ആൻഡ് ഈ വൈറ്റ് ഡാമർ ഐസൊലേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് വെട്രിയ ഇൻഡിക്ക. വെട്രിയ ഇൻഡിക്ക എന്ന് പറയുന്നത് ഡിപ്റ്റെറോകാർപ്പേസിയ ഫാമിലിയിലാണ് പ്രസന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദ ഫാമിലി ഓഫ് വെട്രിയ ഇൻഡിക്ക അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് ഡാമറിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഡിപ്റ്റെറോകാർപ്പേസിയ ഫാമിലിയാണ്. ആൻഡ് നമുക്ക് ഈ ആൻസർ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡയറക്ട്ലി വിക്കിപീഡിയയിൽ വന്നിരിക്കുന്നതാണ്. വിക്കിപീഡിയയിൽ നമ്മൾ വെട്രിയ ഇൻഡിക്ക അല്ലെങ്കിൽ വൈറ്റ് ഡാമർ പ്ലാന്റ് അല്ലെങ്കിൽ ട്രീ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്നതാണ് വിക്കിപീഡിയ പേജ്. അപ്പോൾ വെട്രിയ ഇൻഡിക്ക ദ വൈറ്റ് ഡാമർ ഇസ് എ ട്രീ സ്പീഷീസ് ഇൻ ദ ഫാമിലി ഡിപ്റ്റെറോകാർപ്പേസിയ. ഡിപ്റ്റെറോകാർപ്പേസിയയിൽ വരുന്ന ഒരു ട്രീ ആണ് നമ്മുടെ വെട്രിയ ഇൻഡിക്ക ഓർ വൈറ്റ് ഡാമർ. ഇത് നമ്മുടെ വിക്കിപീഡിയയുടെ ലിങ്ക് ആണ്. ഇതും നിങ്ങൾക്ക് പ്രൂഫ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് അനദർ വൺ, ക്യൂ ബൊട്ടാനിക്കൽ ഗാർഡൻ, റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ക്യൂയിലെ ഒരു പേജ് ആണിത്, പ്ലാന്റ്സ് ഓഫ് വേൾഡ് ഓൺലൈൻ. അപ്പൊ അതിലും നമ്മുടെ ഈ പറയുന്ന വെട്രിയ ഇൻഡിക്ക അല്ലെങ്കിൽ വൈറ്റ് ഡാമറിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഡിപ്റ്റെറോകാർപ്പേസിയ ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് വെട്രിയ ഇൻഡിക്കയുടെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ക്യൂ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇവിടെയും ഫാമിലി ഡിപ്റ്റെറോകാർപ്പേസിയ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ 2 റോങ് ഓപ്ഷൻ ആണ് സൈമൾട്ടേനിയസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ മെറിസ്റ്റിക്ക ഫ്രാഗ്നൻസ്, അതായത് നട്ട്മെഗിന്റെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. മെറിസ്റ്റിക്ക ഫ്രാഗ്മെന്റ്സ് നമുക്ക് ഇതിനെ നട്ട്മെഗ് എന്ന് പറയും. അതുപോലെ മെയ്സ് എന്ന് പറയുന്ന പാർട്ടും യൂസ് ചെയ്യാറുണ്ട്, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആണ്. സോ ആൻഡ് ദിസ് ബിലോങ് ടു ദി ഫാമിലി മെറിസ്റ്റിക്കേസിയ. ഇവിടെ നോക്കാം, മെറിസ്റ്റിക്കേസിയ ഫാമിലി ആണ്, അല്ലാതെ മിർസിനേസിയ ഫാമിലി അല്ല. അപ്പൊ അതും റോങ് ഓപ്ഷൻ ആണ്. സോ നമ്മുടെ സെറ്റ് എയിലെ 46th ക്വസ്റ്റ്യനും സെറ്റ് ബിയിലെ 16th ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് LBSന്റെ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു തെറ്റ്
ഓപ്ഷൻ അല്ലെങ്കിൽ തെറ്റ് ആൻസർ ആണ് കാണിച്ചിരിക്കുന്നത്. വൈറ്റ് ഡാമർ എന്ന് പറയുന്നത് സ്റ്റെർക്കുലേസിയ ഫാമിലി അല്ല, അത് ഒരു മിസ്മാച്ച് ആണ്. ഡിപ്റ്റീറോകാർപ്പേസിയ ഫാമിലിയാണ് അവിടെ വരുന്നത്. ഹെന്ന ലിത്തറേസിയ ഫാമിലി, ദാറ്റ് ഇസ് കറക്റ്റ്. നട്മെഗ് എന്ന് പറയുന്നത് മിർസിനേസിയ ഫാമിലി അല്ല, പകരം ഇറ്റ് ഇസ് ഫ്രം മെറിസ്റ്റിക്കേസിയ ഫാമിലി, അതും റോങ് ആണ്. സ്വീറ്റ് പൊട്ടേറ്റോ കൺവോൾവുലേസിയ ഫാമിലിയാണ്, അത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ LBSന്റെ ആൻസർ കീ ചെക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് ഓപ്ഷൻ സി എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. കറക്റ്റ് ഓപ്ഷൻ എ ആൻഡ് സി ആണ്. അത് ആൻസർ കീയിലോ ക്വസ്റ്റ്യൻ പേപ്പറിലോ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകാനാണ് ചാൻസ്. സോ എല്ലാവരും ആൻസർ കീ ചാലഞ്ച് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് സെറ്റ് എയിലെ 46th ക്വസ്റ്റ്യനും സെറ്റ് ബിയിൽ വരുമ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യനും ചാലഞ്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് എയിലെ 52ാമത്തെ ക്വസ്റ്റ്യനും സെറ്റ് ബിയിൽ വരുമ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യനുമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ മിസ്മാച്ച് പെയർ ഓഫ് ആൽഗൽ ഗ്രൂപ്പ് വിത്ത് ആൽഗൽ ജീനസ്. അപ്പൊ ആൽഗൽ ഗ്രൂപ്പും തന്നിട്ടുണ്ട്, ആൽഗൽ ജീനസും തന്നിട്ടുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് യുട്രിക്കേൽസും അതിൽ വരുന്ന ആൽഗൽ ജീനസ് എന്ന് പറയുന്നത് എന്ററോമോർഫയുമാണ്. രണ്ടാമത്തത് ഇഡോഗോണിയൽസ് ആൻഡ് ദി ആൽഗൽ ജീനസ് ഇസ് ബൾബോക്കീറ്റ. പിന്നെ വരുന്നത് കീറ്റോഫോറിയൽസ് ആണ്. കീറ്റോഫോറിയൽസിന്റെ ജീനസ് ആയിട്ട് തന്നിരിക്കുന്നത് സ്റ്റിജിയോക്ലോണിയം ആണ്. വോൾവോക്കേൽസ് ആണ് അടുത്ത തന്നിരിക്കുന്നത്, അതിന്റെ ജീനസ് ആയിട്ട് തന്നിരിക്കുന്നത് ഗോണിയം ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഓപ്ഷൻസിൽ 1 only, 4 only, 3 only, none of these എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. LBSന്റെ ആൻസർ കീയിൽ തന്നേക്കുന്ന ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് എന്നാണ്, അതായത് നൺ ഓഫ് ദീസ്. നൺ ഓഫ് ദീസ് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാവരും, എല്ലാ ജീനസും ഈ ഗ്രൂപ്പായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, മിസ് മാച്ച് കാണിക്കുന്നേ ഇല്ല എന്നാണ് ആൻസർ കീയിൽ പറയുന്നത്. സോ ഇൻഫാക്ട് നമ്മൾ നോക്കുന്നത് ആൽഗെ ബേസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇവിടെ എല്ലാ ആൽഗയുടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ആയ എന്ററോമോർഫ എന്ന് പറയുന്ന ജീനസിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ എന്ററോമോർഫ എന്ന് പറയുന്ന ജീനസ് കാണിച്ചിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? അൾവേൽസ് ആണ്. അൾവേൽസ് ആണ് തന്നിരിക്കുന്നത്, യുട്രിക്കേൽസ് അല്ല. സോ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു തന്നിരിക്കുന്ന മാച്ച് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഒറിജിനലി എ മിസ് മാച്ച്. ഇപ്പൊ നൺ ഓഫ് ദീസ് അല്ല, ഓപ്ഷൻ 1 എന്ന് പറയുന്നത് മിസ് മാച്ച് ആണ്. ഈ ആൽഗൽ ബേസിന്റെ ഈ പറയുന്ന എൻട്രോമോർഫയുടെ ഈ ലിങ്ക് ആണ് ഈ പറയുന്ന ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ് പേജിൽ പോയി കഴിഞ്ഞിട്ട് എൻട്രോമോർഫയുടെ ഗ്രൂപ്പ്, അതായത് ഓർഡർ നമുക്ക് അൾവേൽസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് അനദർ വെബ്സൈറ്റ്. ഇവിടെ വേർംസ്, അതായത് വേൾഡ് രജിസ്റ്റേർഡ് ഓഫ് മെറൈൻ സ്പീഷീസ്, മെറൈൻ സ്പീഷീസിന്റെ രജിസ്റ്റർ ഒരു വെബ്സൈറ്റ് ആണ്, ഒരു ഡാറ്റാബേസ് ആണ്. ഇവിടെ നമുക്ക് എന്ററോമോർഫ കാണാം. എന്ററോമോർഫ വിത്ത് ഒരു സ്പീഷീസ് ആണ്, എന്ററോമോർഫയുടെ സ്പീഷീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്ററോമോർഫയുടെ ഓർഡർ ചെക്ക് ചെയ്യാം, ദാറ്റ് ഇസ് അൾവേൽസ്. ഇവിടെയും അൾവേൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. പക്ഷെ ആക്ച്വലി ഈ എന്ററോമോർഫ എന്ന് പറയുന്നത് യുട്രിക്കേൽസ് അല്ല, പകരം അൾവേൽസ് ആണ്. അപ്പോ ഈ പറയുന്നത് ഒരു മിസ്മാച്ച് ആണ്. അതുകൊണ്ടിട്ട് ഓപ്ഷൻ എ 1 only എന്ന് പറയുന്നത് മിസ്മാച്ച് ആയിട്ട് നമുക്ക് കാണിക്കാം. LBSന്റെ ഒഫീഷ്യൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആണ് കാണിച്ചിരിക്കുന്നത്, ബട്ട് ദ ആക്ച്വൽ ആൻസർ ഇസ് ഓപ്ഷൻ എ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. അതായത് നമ്മുടെ സെറ്റ് എയിലെ 5ാമത്തെ ക്വസ്റ്റ്യനും സെറ്റ് ബിയിലെ 95ാമത്തെ ക്വസ്റ്റ്യനുമാണ്. ഇൻ റെട്രോ വൈറസ് ദ പ്രോട്ടീൻ എൻകോഡഡ് ബൈ ഗാഗ് ജീൻസ് ആർ. അതായത് റെട്രോ വൈറസിൽ ഗാഗ് എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. ആ ജീൻ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെംബ്രെയിൻ അസോസിയേറ്റഡ് ഓർ മെട്രിക്സ് പ്രോട്ടീൻ, അതുപോലെ കോർ എൻവലപ്പ് ലിങ്ക് പ്രോട്ടീൻ, മേജർ കാസ്പിഡ് പ്രോട്ടീൻ, ന്യൂക്ലിയോകാസ്പിഡ് പ്രോട്ടീൻ, അതുപോലെ തന്നെ ട്രാൻസ് മെംബ്രെയിൻ ഗ്ലൈക്കോപ്രോട്ടീൻ. അപ്പൊ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് 1, 2 and 5 ആണ് കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ, 3 and 5 ആണ് കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ, 2 and 3 ആയിരിക്കും കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ, അല്ലെങ്കിൽ 1, 2, 3 and 4 ആയിരിക്കും കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. അപ്പൊ LBSന്റെ ആൻസർ കീ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് മെംബ്രെയിൻ അസോസിയേറ്റഡ് മെട്രിക്സ് പ്രോട്ടീൻ, അതുപോലെ തന്നെ കോർ
എൻവലപ്പ് ലിങ്ക്ഡ് പ്രോട്ടീൻ, പിന്നെ പറയുന്നത് എന്താണ്, മേജർ കാസ്പിഡ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിയോ കാസ്പിഡ് പ്രോട്ടീൻ. ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീൻ ഇതിൽ വരുന്നില്ല. അപ്പൊ ഇതാണ് LBSന്റെ ആൻസർ കീയിൽ പറയുന്നത്. നമുക്ക് ഏതാണ് കറക്റ്റ് എന്നൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇതൊരു പേപ്പർ ആണ്, അതായത് റെട്രോവൈറൽ ടാക്സോണമി, പ്രോട്ടീൻ സ്ട്രക്ചർ, സീക്വൻസസ് ആൻഡ് ജെനറ്റിക് മാപ്പ് എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ്, റിസർച്ച് പേപ്പർ. ഈ പേപ്പറിൽ ബേസിക് ആയിട്ടും നമ്മുടെ റിട്രോവൈറൽ ജീൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ റിട്രോവൈറൽ ജീൻസ് കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആണ്. അപ്പം ഈ ഒരു പേജിൽ ഈ പേപ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഇതിന്റെ ടൈറ്റിൽ മാത്രം ഈ ഒരു പേജിലും അടുത്ത പേജിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ജീൻസും അതിന്റെ ഫങ്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ NCBI, അതായത് ഈ പേപ്പർ പബ്ലിഷ് ചെയ്ത വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ആണ്. ഈ പേപ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്ട്ലി പോകാൻ സാധിക്കും ഈ പറയുന്ന ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇവിടെ ഓൾറെഡി ഗാഗ് ജീൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗാഗ് ജീൻ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ മെട്രിക്സ്, അതുപോലെ ക്യാപ്സിഡ് ആൻഡ് ഓൾസോ ദി ന്യൂക്ലിയോ കാസ്പിഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സംതിങ് നോൺ ആസ് ആൻ ENV, അതായത് എൻവലപ്പ് പ്രോട്ടീൻ ആണ് ഇവിടെ പറയുന്നത്. ENV ജീൻ. ENV ജീൻ കോഡ് ചെയ്യുന്നത് എന്താണ്, എൻകോഡിങ് ആ പോളി പ്രോട്ടീൻ, അതായത് ENV എന്ന് പറയുന്ന പോളി പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുന്നത്. അത് ട്രാൻസ് മെംബ്രെയിൻ സ്ട്രക്ചറിനെയും വൈറൽ എൻവലപ്പിനെയും കോഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് കോഡ്സ് ദി ട്രാൻസ് മെംബ്രെയിൻ ആസ് വെൽ ആസ് ദി വൈറൽ എൻവലപ്പ്. അപ്പൊ എൻവലപ്പിനെ കോഡ് ചെയ്യുന്നത് ENV എന്ന് പറയുന്ന ഒരു ജീൻ ആണ്, അല്ലാണ്ട് ഗാഗ് എന്ന് പറയുന്ന ജീൻ അല്ല. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എൽസെവിയർ സയൻസ് ഡയറക്റ്റിൽ പബ്ലിഷ് ആയ ഒരു ബുക്ക് ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്ക് ചാപ്റ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിട്രോവൈറൽ ജീനിനെ കുറിച്ചുള്ള മറ്റ് പേപ്പേഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ബേസിക് ആയിട്ടും ഗാഗ് പ്രോട്ടീനും ENV പ്രോട്ടീനെ കുറിച്ചുമാണ് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ റിട്രോവൈറസ് ഗാഗ് എൻകോഡ്സ് ദി മെട്രിക്സ്, ക്യാപ്സിഡ്, ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ വിച്ച് ആർ ദ സ്ട്രക്ചറൽ കോർ പ്രോട്ടീൻ. സ്ട്രക്ചറൽ കോർ പ്രോട്ടീൻസിനെയാണ് ഗാഗ് ജീൻ എൻകോഡ് ചെയ്യുന്നത്. അതുപോലെ വി ഹാവ് ദി എൻവലപ്പ് പ്രോട്ടീൻ, ENV എൻവലപ്പ് പ്രോട്ടീൻ ഉണ്ട്. അത് ദാറ്റ് റിസൈഡ്സ് ദ ലിപ്പിഡ് ബൈലെയർ ആൻഡ് ഓൾസോ ഡിറ്റർമൈൻസ് ദ വൈറൽ ട്രോപ്പിസം. അപ്പൊ ENV എന്ന് പറയുന്നതാണ് എൻവലപ്പ് പ്രോട്ടീനിനെയും അതുപോലെ തന്നെ ട്രാൻസ് മെംബ്രെയിൻ സ്ട്രക്ചേഴ്സിനെയും കോഡ് ചെയ്യുന്നത്. ഗാഗ് എന്ന് പറയുന്നത് എന്തിനെയാണ് കോഡ് ചെയ്യുന്നത്, ഗാഗ് ആണ് നമ്മുടെ സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, അതായത് മെട്രിക്സ് പ്രോട്ടീൻ, ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻ, അങ്ങനത്തെ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നത്. അതുപോലെ ENV എൻവലപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിഡ് ബൈലെയറിനെയും കോഡ് ചെയ്യുന്നത് ENV എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. ട്രാൻസ് മെംബ്രെയിനെ ഈ പറയുന്ന ENV ആണ് കോഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ നേരത്ത് LBSന്റെ ആൻസർ കീയിൽ ഓപ്ഷൻ D ആണ് കറക്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. D എന്ന് പറയാൻ നേരത്ത് നമുക്ക് റിട്രോവൈറസിന്റെ ഗാഗ് ജീൻ കോഡ് ചെയ്യുന്നത് മെംബ്രെയിൻ അസോസിയേറ്റഡ്, അതായത് മെട്രിക്സ് പ്രോട്ടീൻ, പിന്നെ കോർ എൻവലപ്പ് ലിങ്ക് പ്രോട്ടീൻ, പിന്നെ മേജർ കാപ്സിഡ് ആൻഡ് അഗൈൻ ന്യൂക്ലിയോ കാപ്സിഡ് പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്നത് ഗാഗ് ജീൻ ആണെന്നാണ് LBSന്റെ ആൻസർ കീയിൽ പറയുന്നത്. മെട്രിക്സ് പ്രോട്ടീനെ കോഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് കറക്റ്റ്. അതുപോലെ മേജർ കാപ്സിഡ് പ്രോട്ടീനെയും കോഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ന്യൂക്ലിയോ കാപ്സിഡ് പ്രോട്ടീനെയും കോഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. കോർ എൻവലപ്പ് ലിങ്കിനെ കോഡ് ചെയ്യുന്നില്ല. എൻവലപ്പ് ലിങ്ക് സാധനങ്ങളെല്ലാം കോഡ് ചെയ്യുന്നത് ENV എന്ന് പറയുന്ന ഒരു ജീനാണ്. ENV ജീൻ കോഡ് ഫോർ ദി എൻവലപ്പ് ആസ് വെൽ ആസ് ട്രാൻസ് മെംബ്രെയിൻ ഗ്ലൈക്കോപ്രോട്ടീൻ. സോ ഈ പറയുന്ന 1, 2, 3 ആൻഡ് 4 എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് അല്ല, റോങ് ആണ്. പകരം നമുക്ക് 1, 3 ആൻഡ് 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ അല്ല. സോ വി ഡോണ്ട് ഹാവ് എ മാച്ച് ഹിയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഡിലീറ്റ് ആയി പോകാനാണ് ചാൻസ്. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യനും അതുപോലെ നമ്മുടെ മുന്നേ മെൻഷൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും ചാലഞ്ച് ചെയ്യുക.
ആൻഡ് നമുക്കിവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ചാലഞ്ച് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യാനും 1 ക്വസ്റ്റ്യന്റെ മാർക്ക് ആഡ് ഓൺ ആകാനുമായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ചാൻസസും കൂടുതലായിട്ടാണ് കിട്ടുന്നത്. സോ എല്ലാവരും ആൻസർ കീസ് ചാലഞ്ച് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.